ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരം നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയ ഒരു മാച്ച് ആവാനാണ് ചാൻസസ്. അപ്പോൾ ഈ ഒരു മാച്ചിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരൊന്ന് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഭയങ്കര റിസ്ക് ഫുൾ ആയിട്ടുള്ള ഒരു മാച്ച് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഫാൻസിന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മത്സരം കൂടെ തന്നെ ആയിരിക്കും ഈ ഒരു മത്സരം എന്ന് പറയുന്നത്. മാച്ച് നമ്പർ 38 ആണ്. ഇന്നേ ദിവസം വേറൊരു മത്സരം കൂടെ നടക്കുന്നുണ്ട്. 3:30 നമ്മുടെ RCB വേഴ്സസ് പഞ്ചാബ് തമ്മിലുള്ള മത്സരം. അതിൻ്റെ ഒരു സിമ്പിൾ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് 38ാമത്തെ മത്സരമാണ്. മത്സരം നടക്കുന്നത് ഏപ്രിൽ 20-ാം തീയതി കൃത്യം 7:30 വാങ്കഡെ സ്റ്റേഡിയം നമ്മുടെ മുംബൈ ഇന്ത്യൻസിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. ഈ ഒരു മാച്ചിൻ്റെ മറ്റൊരു ഡീറ്റെയിൽസിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെയാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. മസ്റ്റായിട്ട് തന്നെ ഒന്ന് കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ പിച്ച് റിപ്പോർട്ടിനെ പറ്റിയാണ് പറയുന്നത്. ഇതൊരു ബാറ്റിംഗ് ഫ്രണ്ട്ലി സർഫസ് ആണ്. അതുപോലെ തന്നെ ഹൈ സ്കോറിംഗ് ഗെയിം തന്നെയായിരിക്കും ഒരു മാച്ചിനെ പറ്റി പറയുന്നത്. അതുപോലെ തന്നെ പേസ് ബൗളേഴ്സിന് നല്ല അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഗ്രൗണ്ട് കൂടെയാണ്. ബൗൺസ് വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും പേസ് ബൗളേഴ്സിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഈ ഒരു ഗ്രൗണ്ടിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഡ്യൂ ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ചേസിങ് ടീമിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഓക്കെ, ബോൾ ഫസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, ഡ്യൂ ചേസിങ് കുറച്ചുകൂടെ ഫസ്റ്റ് ബൗളിംഗ് ചൂസ് ചെയ്യുന്നത് കുറച്ച് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്പിന്നേഴ്സിന് മേ ബി ഇവിടെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു പിച്ച് എന്ന് പറഞ്ഞാൽ ഓവറോൾ ബാറ്റിംഗ് ഫ്രണ്ട്ലി ഗ്രൗണ്ട് തന്നെയാണ്. വിക്കറ്റ്സ് കൂടുതൽ കിട്ടുക ഫാസ്റ്റ് ബോളേഴ്സിന് തന്നെയാണ്. ഈ ഒരു വെന്യൂവിൽ ഇതുവരെ 121 മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൽ 170 എബോവ് റൺസ്, ഒരുപാട് മത്സരങ്ങൾ ആവറേജ് റൺസായിട്ട് 170 എബോവ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സ് ഏകദേശം 55 പ്രാവശ്യം വിൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഇന്നിങ്സ് 66 പ്രാവശ്യമാണ് വിൻ ചെയ്തിട്ടുള്ളത്. ഫാസ്റ്റ് ബൗളേഴ്സ് 743 വിക്കറ്റ്സാണ് ഫാസ്റ്റ് ബൗളേഴ്സ് എടുത്തിട്ടുള്ളത്. സ്പിന്നേഴ്സ് എടുത്തിരിക്കുന്നത് 317 വിക്കറ്റ്സുമാണ്. അതായത് ഫാസ്റ്റ് ബൗളേഴ്സിൻ്റെ പകുതി മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ സ്പിന്നേഴ്സ്. സോ ആ ഒരു കാര്യം എന്തായാലും നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്കോറിംഗ് പാറ്റേൺസ് ഒക്കെ നോക്കുന്ന സമയത്ത് 150 റൺസിന് താഴെ 28 മത്സരങ്ങളാണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ 150 to 169 ആ ഒരു റേഞ്ചിൽ 28 മത്സരങ്ങളും, അതുപോലെ തന്നെ 170 to 189 അതിനുള്ളിൽ ഒരു 35 മത്സരങ്ങളും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 190 മുകളിൽ 30 മാച്ചസ് ആണ് ഇവിടെ പോയിട്ടുള്ളത് ഈ ഒരു ഗ്രൗണ്ടിൽ. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ പ്രോബബിളി 11 നോക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ആപ്ലിക്കേഷൻസിനെ പറ്റി പരിചയപ്പെടുത്താനുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയുന്നത് കുബേര ഫാൻറ്റസി എന്ന് പറയുന്ന കിഡിലൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്പിനെ പറ്റി പറയാൻ എനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് നടന്ന മത്സരങ്ങളൊക്കെ എനിക്ക് ഇവിടെ കണ്ടില്ല, 558 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 512 രൂപ പ്രോഫിറ്റ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മാക്സിമം ഞാൻ H4 ആണ് ഇവിടെ കളിക്കാറുള്ളത്. നല്ല രീതിയിൽ എനിക്ക് ഇവിടെ പ്രോഫിറ്റ് എല്ലാ മാച്ചസും ഞാൻ കളിക്കുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ചില മത്സരങ്ങൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പോകാറുള്ളൂ. പക്ഷേ IPL ഒന്നും എനിക്കിതുവരെ അതിൽ ലോസ് വന്നിട്ടില്ല. ഇപ്പോൾ IPL നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടൈം തന്നെയാണ്. അപ്പോൾ സോ തീർച്ചയായിട്ടും നിങ്ങൾ IPL മാക്സിമം ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൽ ഡ്യോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്യോ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ 5 പ്ലെയേഴ്സിൽ ഒരാളെ ചൂസ് ചെയ്യുന്ന ഒരു കിഡിലൻ ഓപ്ഷനാണ്. ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഫീച്ചറാണിത്. ഒരു എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു 5 പ്ലെയേഴ്സ് ഉണ്ട്. ഇതിൽ ആരായിരിക്കും നന്നായി കളിക്കാൻ ചാൻസ് ഉള്ളത് നമ്മൾ ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ജോസ് ബട്ട്ലർ ആണ് നിങ്ങൾക്ക് തോന്നുന്നു വെച്ചാൽ ജോസ് ബട്ട്ലറുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി. ഇത്രയേ ഉള്ളൂ. അങ്ങനെ സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു കുബാര ഫാൻറ്റസിയിലുള്ളത്. സോ മസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡ്യോ പ്രോ ഉണ്ട്. അതായത് 5 പ്ലെയേഴ്സിനെ നമുക്ക് 5 പ്ലെയേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടാകും. ഇതിന്ന് ഒരു 2 സെറ്റ് ഉണ്ടാകും. 2 സെറ്റിൽ നിന്ന് ഓരോരോ പ്ലെയേഴ്സിനെ വെച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ വേണേൽ സായ് സുദർശൻ നന്നായി കളിക്കും തോന്നുന്നുണ്ടെങ്കിൽ അത് പുള്ളി എടുക്കാം. ബൗളിങ്ങിലെ ആരെ കൂടുതൽ റൺസ് എടുക്കാൻ വിക്കറ്റ് എടുക്കാൻ ചാൻസ് ഉള്ള അവർ നമ്മൾ എടുത്തു ജോയിൻ ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു കുബാര ഫാൻറ്റസിയിലുള്ളത്. സോ മസ്റ്റ് ആയിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചോയ്സ് 11 നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തോ. കാരണം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ്. റീസെൻറ്റ് കളിച്ച എല്ലാ മത്സരങ്ങളും എനിക്കിവിടെ പ്രോഫിറ്റബിളേ ആയിട്ടുള്ളൂ. എല്ലാ മാച്ചസും ഞാൻ ഇതുവരെ ഒരു മത്സരം കൂടെ എനിക്കിവിടെ ലോസ് വന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. അതാണ് ഇതിൻ്റെ ഈ ഒരു ആപ്പിൻ്റെ ഗുണം. എനിക്ക് അതായിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്ക് ഇതുവരെ ഇവിടെ ലോസ് വന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ മൈ മാസ്റ്ററിലോ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിടിലനായിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ്. ലാസ്റ്റ് നടന്ന മത്സരങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്യാഷൊക്കെ ഇവിടെ ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ഗീവ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിലോട്ട് കയറി ജോയിൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ
നമുക്കൊരു ഏതെങ്കിലും ഒരു മാച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഫ്രീ ഗീവേ കാണാൻ പറ്റും. ഐ തിങ്ക് ഈ ഒരു ഗീവേ കോൺടെസ്റ്റ് അടുത്ത മാച്ചിലാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാ ഇവിടെ നമുക്ക് അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ ഫ്രീ എന്ന് കണ്ടില്ല. ഇതാ നമ്മൾ ₹1 കൂടെ കൊടുക്കണ്ട, ജസ്റ്റ് ചുമ്മാ ഒരു ടീം ഇടുക. ഇതാ ജോയിൻ ചെയ്തു, ഇതാ ടീം സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്തു. ഇതാ ₹1 കൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ 20,000 റുപ്പീസ്, അത് സെക്കൻഡ് വന്നാൽ 10,000, പിന്നെ 5,000, അങ്ങനെയൊക്കെയാണ് പ്രൈസ് റേഞ്ച് പോകുന്നത്. നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലനായിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് മൈ മാസ്റ്റർ ഏൺ. അതുപോലെ തന്നെ പ്രോഫിറ്റ് മാത്രം തന്നുകൊണ്ടിരിക്കുന്ന വേറൊരു ആപ്പ് കൂടിയാണ് ഈ ഒരു എക്സെൽ. ഇതിനെപ്പറ്റി എനിക്കിവിടെ പറയേണ്ടതായിട്ടിരിക്കുന്നു. ലാസ്റ്റ് കളിച്ച മത്സരങ്ങളൊക്കെ അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ് എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കിട്ടിയിട്ടുള്ളത്. സോ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫോക്കസ് 11 ആയാലും വിഷൻ 11 ആയാലും സ്പോർട്സ് ആയാലും എല്ലാ ആപ്ലിക്കേഷനും നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ പ്രോബബിൾ 11 നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രോഹിത് ശർമ്മ, റിക്കിൽട്ടൺ, അതുപോലെ തന്നെ ബിൽ ജാക്സ്, അല്ലെങ്കിൽ ബിവോൺ ജേക്കബ്സ് ആയിരിക്കും. സ്കൈ, ദെൻ അതുപോലെ തന്നെ തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, നമാൻദീർ, അതുപോലെ തന്നെ സാന്തർ, അതുപോലെ നമ്മുടെ ബൂംബ്ര, ചഹാർ, അതുപോലെ ബോൾട്ട്, കരൺ ശർമ്മ, അല്ലെങ്കിൽ നമ്മുടെ വിഘ്നേഷ് പുത്തൂർ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. പ്ലെയർ സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് രോഹിത് ശർമ്മ ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന് ഈ 2289 റൺസാണ് ഈ ഒരു ഗ്രൗണ്ടിൽ എടുത്തിട്ടുള്ളത്. എഗൻസ്റ്റ് CSK ആയിട്ടും 896 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. റിക്കിൽട്ടൺ ഈ ഒരു ഫോമിൽ 110, ഈ ഒരു ഗ്രൗണ്ടിൽ 110 റണ്ണാണ് അത് എടുത്തിരിക്കുന്നത്. റീസൺ നല്ല ഫോമിലാണ് പുള്ളി. അതുപോലെ തന്നെ നമ്മുടെ വിൽ ജാക്സിനെ പറ്റി പറയുന്ന സമയത്ത് 3 മത്സരം കളിച്ച് 82 റൺസാണ് അദ്ദേഹം, 3 വിക്കറ്റും 82 റൺസുമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ എടുത്തിട്ടുള്ളത്. എഗൻസ്റ്റ് CSK ആയിട്ട് 11 റൺസും 1 വിക്കറ്റും എടുത്തിട്ടുണ്ട് അദ്ദേഹം. ബിവോൺ ജേക്കബ്സ്, അദ്ദേഹത്തിൻ്റെ റീസെൻറ്റ് പെർഫോമൻസ് അടിപൊളിയാണ്. നമ്മുടെ CSKയ്ക്കും അതുപോലെ തന്നെ ഈ ഒരു വെന്യൂലും ആദ്യമായിട്ടാണ് അദ്ദേഹം കളിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് ഈ ഒരു ഗ്രൗണ്ടിൽ 1164 റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CSKയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് 369 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. റീസൺ നല്ല ഫോമിൽ തന്നെയാണ്. തിലക് വർമ്മയാണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 388 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 169 റൺസാണ് എഗൻസ്റ്റ് CSK ആയിട്ടുള്ളത്. ആവറേജ് റൺസ് 56 റൺസ് ഉണ്ട് കേട്ടോ CSKയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട്. റീസൺ നല്ല ഫോമിൽ തന്നെയാണ്. ഹർദിക് പാണ്ഡ്യ ഈ ഒരു ഗ്രൗണ്ടിൽ 761 റൺസും 35 വിക്കറ്റും ഈ ഒരു ഗ്രൗണ്ടിൽ നേടിയിട്ടുണ്ട്. അഗൻസ്റ്റ് CSK ആയിട്ട് 210 റൺസും 10 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. റീസൺ നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ്. നമാൻദീർ ആണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 84 റൺസ് എടുത്തിട്ടുണ്ട്. 17 റൺസാണ് എഗൻസ്റ്റ് CSK ആയിട്ട് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സാന്തനർ ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 4 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. എഗൻസ്റ്റ് CSK ആയിട്ട് 11 റൺസ് മാത്രമേ എടുത്തുള്ളൂ. അതുപോലെ തന്നെ ദീപക് ചഹാർ ഈ ഒരു ഗ്രൗണ്ടിൽ 13 വിക്കറ്റ്സ് നേടിയ ഒരു പ്ലെയറാണ്. അതുപോലെ CSK എഗെയിൻസ്റ്റ് ആയിട്ട് വലിയ റെക്കോർഡ്സ് ഒന്നുമില്ല. അതുപോലെ ബൂംബ്ര ആണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ 50 വിക്കറ്റ് നേടിയിട്ടുണ്ട്. 12 വിക്കറ്റാണ് എഗെയിൻസ്റ്റ് CSK ആയിട്ട് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബോൾട്ട് ആണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ 16 വിക്കറ്റ് നേടിയിട്ടുണ്ട്. 13 വിക്കറ്റ് എഗെയിൻസ്റ്റ് CSK ആയിട്ട് നേടിയിട്ടുണ്ട്. കരൺ ശർമ്മ 9 വിക്കറ്റ് ഈ ഒരു ഗ്രൗണ്ടിൽ നേടിയിട്ടുണ്ട്. 4 വിക്കറ്റ് എഗെയിൻസ്റ്റ് CSK ആയിട്ടുമാണ്. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിത്തെ 12 പ്ലെയേഴ്സിനെ പറ്റിയാണ്. രച്ചിൻ രവീന്ദ്ര, അതുപോലെ തന്നെ റാഷിദ് ബ്രേവിസ്, നമ്മുടെ ഡേവിഡ് സൗത്ത് ആഫ്രിക്കൻ പ്ലെയറാണ്, നമ്മുടെ ഡിവില്ലിയേഴ്സിൻ്റെ അനിയൻ എന്നൊക്കെ പറഞ്ഞു വരും. പിന്നെ അതുപോലെ തന്നെ വിജയ്, പുള്ളി അടിപൊളിയാണ്, ഡെബ്യൂട്ടായിട്ട് ഇറക്കാൻ പോകുന്ന ഈ ഒരു മാച്ച്. വിജയ് ശങ്കർ, തന്നെ അതുപോലെ തന്നെ ത്രിപാഠി, ദൂബെ, ശിവാൻ ദൂബെ, രവീന്ദ്ര ജഡേജ, ധോണി, അതുപോലെ തന്നെ നമ്മുടെ ഓവർടൺ, സാം കറൻ, പിന്നെ കമലേഷ് നഗർകോട്ടി, കമ്പോജ്, പിന്നെ നൂർ അഹമ്മദ്, ഖലീൽ അഹമ്മദ്, അതുപോലെ തന്നെ പതിരാൻ, ഇത്രയും പേരെ ചാൻസ് ഉള്ള വരാൻ. രച്ചിൻ രവീന്ദ്രൻ്റെ റെക്കോർഡ്സ് നോക്കാം. എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് 86 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. 21 മത്സരങ്ങൾ ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട്. 21 ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ള 21 റൺസ് എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഷെയ്ഖ് റഷീദ്, അദ്ദേഹത്തെ പറ്റി പറയും, മുംബൈക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് റെക്കോർഡ് ഫസ്റ്റ് മാച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ത്രിപാഠി, അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 260 റൺസ് എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് 226 റൺസാണ് നേടിയിട്ടുള്ളത്. ഡേവിഡ് ബ്രേവിസ്, അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് 63 റൺസ് ഈ ഒരു ഗ്രൗണ്ടിൽ എടുത്തിട്ടുണ്ട്. ഡെബ്യൂട്ടാണ് എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് അദ്ദേഹം. റീസൺ നല്ല ഫോമിലേക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ്. വിജയ് ശങ്കർ ഈ ഒരു ഗ്രൗണ്ടിൽ 46 റൺസ് എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് 158 റൺസ്, 2 വിക്കറ്റ് നേടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ശിവാൻ ദുബെ ഈ ഒരു ഗ്രൗണ്ടിൽ 225 റൺസാണ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ
അദ്ദേഹം അഗേൻസ്റ്റ് ഈ ഒരു മുംബൈ ഇന്ത്യൻസുമായിട്ട് അഗേൻസ്റ്റ് 228 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട് കേട്ടോ. രവീന്ദ്ര ജഡേജ ആണെങ്കിൽ 253 റൺസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 17 വിക്കറ്റും ഈ ഒരു ഗ്രൗണ്ടിൽ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഗേൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് 327 റൺസും അതുപോലെ തന്നെ 20 വിക്കറ്റുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ധോണിയെ പറ്റി പറയുന്ന സമയത്ത് 412 റൺസ് ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 768 റൺസാണ് അഗേൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള അദ്ദേഹം നേടിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ കമലേഷ് നാഗർകോട്ടി 0 വിക്കറ്റ്സാണ് ഈ ഗ്രൗണ്ടിൽ. റീസെൻറ്റ് നല്ല ഫോമിലേക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ് കമ്പോച്ച്. അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു ഗ്രൗണ്ടിൽ 1 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. അതുപോലെ കുഴപ്പമില്ലാത്തൊരു ഫോമിൽ തന്നെയാണ് അദ്ദേഹം. നൂർ അഹമ്മദ് ഈ ഒരു ഗ്രൗണ്ടിൽ വിക്കറ്റ്സ് ഒന്നും നേടിയിട്ടില്ല. അഗേൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് 7 വിക്കറ്റ് നേടിയ ഒരു പ്ലെയർ കൂടിയാണ്. ഖലീൽ അഹമ്മദ് ഈ ഒരു ഗ്രൗണ്ടിൽ 6 വിക്കറ്റും അഗേൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് 12 വിക്കറ്റ് നേടിയിട്ടുണ്ട്. 6 വിക്കറ്റാണ് ഈ ഒരു ഗ്രൗണ്ടിൽ നേടിയിട്ടുള്ളത്. 7 വിക്കറ്റ് അഗേൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് നേടിയിട്ടുണ്ട്, അതും വെറും 2 മത്സരത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ മുംബൈയും ചെന്നൈയും തമ്മിൽ ഏകദേശം 40 മത്സരങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ 21 എണ്ണവും നമ്മുടെ മുംബൈ ഇന്ത്യൻസ് ആണ് വിൻ ചെയ്തിട്ടുള്ളത്. CSK 19 പ്രാവശ്യമാണ് വിൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ ടീം തരാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ കുബേര ഫാൻറ്റസിയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ നല്ല രീതിക്ക് ഇന്നത്തെ ഒരു മാച്ച് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഏകദേശം കുറച്ച് മാച്ചസ് നമ്മൾ 10-15 കോൺടെസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഹെഡ് 4 ആണ് എല്ലാം ഇട്ടിരിക്കുന്നത്. വലിയ എമൗണ്ട് ചെറിയ എമൗണ്ട് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ടീം തരാം. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിലുള്ള ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം തരാം. ഓക്കെ, റിക്കിൽട്ടനെ നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബൗളിങ്ങിൽ നമ്മുടെ ജാസ്പ്രീത് ബുംറയെ നമ്മുടെ ടീമിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. നൂർ അഹമ്മദ് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, റീസെൻറ്റ് നല്ല പെർഫോമൻസ് ആണ് കേട്ടോ അദ്ദേഹം. നമ്മുടെ ട്രെൻറ്റ് ബോൾട്ടിനെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ വിൽ ജാക്സ്, ഹർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, സച്ചിൻ രവീന്ദ്ര, അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മേനെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ തിലക് വർമ്മേനെ എടുക്കുന്നുണ്ട് തൽക്കാലം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പുതുതായിട്ട് വന്ന നമ്മുടെ പ്ലെയർ ഉണ്ടല്ലോ റഷീദ്, അദ്ദേഹത്തെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ രാഹുൽ ത്രിപാഠി ഒരു മിഡിൽ ഓർഡർ ആയിട്ടുള്ളൊരു പുള്ളിയാണ്. ക്യാപ്റ്റൻ VC ഓപ്ഷൻസിൽ ഞാൻ അങ്ങനെ ക്യാപ്റ്റൻസി കൊടുക്കുന്നത് സൂര്യകുമാർ യാദവിനെ തന്നെയാണ്. അദ്ദേഹം നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് ഇന്നത്തെ മാച്ച് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ നമ്മുടെ ഹർദിക് പാണ്ഡ്യനെയാണ് കൊടുക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രിവ്യൂ ടീമാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നത്. നമ്മുടെ ടീമൊന്നും നോക്കാം, റിക്കിൽട്ടൺ, അതുപോലെ തന്നെ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, സച്ചിൻ രവീന്ദ്ര, തിലക് വർമ്മ, രവീന്ദ്ര ജഡേജ, ഹർദിക് പാണ്ഡ്യ, വിൽ ജാക്സ്, ട്രെൻറ്റ് ബോൾട്ട്, ജാസ്പ്രീത് ബുംറ, അതുപോലെ തന്നെ നൂർ അഹമ്മദ്. ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ആണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. സോ ഈ ഒരു മാച്ചിൽ നിങ്ങൾക്ക് ഗീവേസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ കുബേര ഫാൻറ്റസിയിലും ₹0 ഫ്രീ ഗീവേ കൊടുക്കുന്നുണ്ട്. സോ മസ്റ്റായിട്ട് തന്നെ ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു മാച്ച് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒരു കോൺടെസ്റ്റ് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ ₹96 എടുത്തിട്ട് ഫസ്റ്റ് 700 കിട്ടുന്ന ആ ഒരു ഇതാണ്. അതിൽ നമ്മളിപ്പോൾ തന്നെ കയറുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുമോ ഇല്ല എന്നൊക്കെ ഞാൻ പിന്നെ ഗ്രൂപ്പിൽ അറിയിക്കാം. സോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാം. നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മസ്റ്റായിട്ട് തന്നെ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.